ഓണക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരക്കാണല്ലേ. പരീക്ഷ ചൂടും ഷോപ്പിങ്ങിൻ്റെ തിരക്കും വീട്ടിലെ തിരക്കും പാചക തിരക്കും എല്ലാം കൂടി ആകെ ഒരു ബഹളാണ്. ഇപ്രാവശ്യത്തെ കലണ്ടറിൽ രണ്ടത്തമുണ്ട്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തോ ഓണ സീസണിൽ എനിക്ക് തോന്നുന്നു രണ്ടത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത്തം നാളാണല്ലോ, നമുക്ക് അന്ന് തന്നെ പൂക്കളിടാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്നല്ല നാളെയാണ്, നാളെയല്ല ഇന്നാണെന്നൊക്കെ. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ കലണ്ടറിൽ ആദ്യം കണ്ട അത്തത്തിൻ്റെ അന്ന് തന്നെ ഒരു അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതാ അത്യാവശ്യം മഴക്കാരും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. എന്നാലും വേണ്ടൂല, മനുവേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഓടിപ്പോയി പൂ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം തന്നെ മനസ്സ് നിറഞ്ഞു കേട്ടോ. ആദ്യം ഒരു മടി കാണിച്ചിരുന്നു, മഴയല്ലേ വേണ്ടാന്ന് ഏട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇടാൻ മടി തോന്നുമായിരുന്നു. ഞാനും അതുപോലെ തന്നെ അങ്ങനെ നേരെ തന്നെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പോയേനെ. പക്ഷെ ഇതാ ഒറ്റ വിളിക്കാൻ എൻ്റെ മക്കളും എഴുന്നേറ്റ് വന്നു. ഇത് അത്താണേട്ടാ പൂക്കൾ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും വേഗം പോയി പൂ മേടിച്ചിട്ട് വന്നു. ഇപ്പം 200 രൂപയുടെ പൂവാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഓർക്കായിരുന്നു 10 രൂപയ്ക്കൊക്കെ പൂ മേടിച്ചിട്ടുണ്ട്. 10 രൂപ 20 രൂപയ്ക്കൊക്കെ പൂ മേടിച്ചിട്ടുണ്ട്. 20 രൂപ പൂ മേടിക്കാൻ തരുമ്പോൾ അതിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ദിവസം ആകുമ്പോൾ 50 രൂപയ്ക്കൊക്കെ ഒത്തിരി പൂ മേടിക്കും. ഇതിപ്പോൾ 200 രൂപയുടെ പൂവാണ്. നമ്മുടെ ഇവിടെയൊക്കെ കുറച്ചങ്ങോട്ട് പറമ്പിൻ്റെ അങ്ങടേക്ക് പടിഞ്ഞാറേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവൊക്കെ കിട്ടും. പക്ഷെ എന്നാലും പോയി പറിക്കാന്നൊക്കെ ഉള്ളത് രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പോസിബിൾ അല്ല. നമുക്ക് അവധിയുള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടൊക്കെ വരായിരുന്നു. പിന്നെ അത്തത്തിൻ്റെ അന്ന് തുമ്പയാനിടണ്ടെന്നൊക്കെയുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കേട്ടോ. എനിക്കറിയാം, പക്ഷെ നമുക്ക് ഇവിടെ തുമ്പ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊന്നും കിട്ടാനില്ല, കുറച്ച് ദൂരത്തേക്കൊക്കെ അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ എന്താ ഒറ്റ വിളിക്കാൻ എണ്ണീറ്റ് കേട്ടോ, 2 എണ്ണവും പൂക്കളോടാട്ടോ പൂ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പ എന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 ആളും എണ്ണീറ്റ്. അപ്പം ഞാൻ എന്താ എനിക്കറിയാവുന്ന പോലെ ഒരു കുഞ്ഞു പൂക്കളം വരച്ച് സെറ്റ് ചെയ്യാണ്. നേരമില്ലാത്ത നേരത്താണ് ചെയ്യണത്. കാരണം ഇപ്പം തന്നെ മണി 7:30 8 മണി അടുത്തായിട്ടുണ്ട്. അത്യാവശ്യം അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ വന്നിട്ട് ധൈര്യമായിട്ട് നിൽക്കണം. പിന്നെ കുട്ടികൾ റെഡിയായാൽ മാത്രം മതിയല്ലോ, അവർക്ക് കുളിക്കാൻ അധികം നേരമൊന്നും വേണ്ട. പെട്ടെന്ന് കുളിച്ചവർ നല്ല നീറ്റായിട്ട് ഇറങ്ങിക്കോളും. അവരുടെ ഡ്രസ്സ് മാത്രം ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി പൂക്കളം ഞാൻ അന്നമോളെ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി കുറച്ച് പയറൊക്കെ വേവിച്ച് വെക്കാനുണ്ടായിരുന്നു. അതേപോലെ ചോറ് കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അവസാനത്തെ ഒരു ഫിനിഷിങ് സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാ പോയി ഇങ്ങനെ ചെയ്യട്ടെ പൊന്നെ. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൂവൊക്കെ അങ്ങനെ കിള്ളാണ്ട് അങ്ങനെ തന്നെ വെച്ചതുകൊണ്ട് പൂക്കളത്തിന് ഒരു കട്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ജോക്കിട്ടിന് ഭയങ്കര സന്തോഷമായി. അവനതിൻ്റെ ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കായിരുന്നു. അപ്പം നമ്മുടെ അത്തക്കളം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയാണ്. ഞാൻ പുതിയ ദോശാപ്പാൻ മേടിച്ചു കേട്ടോ. പഴയ പാനിലിട്ട് കുത്തി എനിക്ക് മതിയായപ്പോഴത്തേനും ഞാൻ പുതിയ ദോശാപ്പാൻ മേടിച്ചു. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് വിചാരിക്കും. തന്നപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു കൂടുതൽ ദോശയല്ലാണ്ടൊരു സാധനങ്ങൾ ഇതിൽ ചെയ്യാൻ നിൽക്കരുത്. മുട്ട വറുക്കുക, ചപ്പാത്തി ഉണ്ടാക്കുക, ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ച് കത്തിക്കുക. അതുമല്ല ഇത് കഴിയുമ്പോഴത്തേനും ഉരച്ച് കഴുകുക, നേരെ ചൂടോടുകൂടി വെള്ളത്തിൽ കൊണ്ടിടുക, ഒന്നും ചെയ്യരുത്. ചൂടാണെങ്കിൽ മാറ്റി ഒരു സ്ഥലത്ത് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ പയ്യെ തുടച്ചു കൊടുത്തിട്ട് എടുത്ത് വെച്ചാൽ മതി. ഒരു 2-3 വട്ടം ആകുമ്പോഴത്തേനും ഒന്ന് കഴുകി കൊടുത്താൽ മതി എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നല്ല വിട്ട് കിട്ടുന്ന നല്ല ദോശ മുമ്പിൽ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അല്ലെങ്കിൽ ഞാൻ കുറേ ശ്രമിച്ചിട്ടാണ് അരികൊന്നും പൊട്ടാണ്ട് നമുക്ക് ദോശ കിട്ടുന്നത്. അപ്പോൾ അതാ വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്തായാലും. അപ്പോൾ വേഗം നമ്മൾ രാവിലെ തലേ ദിവസം തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിരുന്നത് കൊണ്ടിട്ട് സാമ്പാർ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് വറുക്കാണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കടുക് വറുത്ത് റെഡിയാക്കി എടുത്ത് ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പാറൊക്കെ കൂട്ടി രാവിലെ ദോശ കൊടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിൽ നമുക്ക് ഇന്ന് ഒത്തിരി കറികളൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞു കറികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ കരുതി നമുക്ക് തികഞ്ഞില്ലെങ്കിലോ രാവിലെ. അപ്പോൾ അതുകൊണ്ട് വേഗം കുറച്ച് പപ്പടം വറുത്തു. അന്നമ്മളുടെ പപ്പടത്തിൽ കുറച്ച് മസാല വീണതാണ് കേട്ടോ. മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയർ താളിക്കാൻ വെച്ച മസാല കുറച്ച് തട്ടി വീണതാണ്. അപ്പോൾ എരിവ് കുറച്ച് വൻപയറും താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികമുള്ള പാത്രം ഞാൻ മാറ്റി വെച്ചു. അധികം കണ്ട ചുക്കട്ടിന് ഇപ്പം തന്നെ അയ്യോ എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അധികം വെച്ച പാത്രം ഞാൻ അന്നമ്മോൾക്ക് വെച്ചു. 2 പേർക്കും വൻപയർ ഇഷ്ടമാണ്. എരിവ് കുറച്ച് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ 2 പേരും കഴിച്ചോളും. അപ്പോൾ അതാ അച്ചാറും പപ്പടവും വൻപയറും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഞാൻ ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയാക്കാണ്. കുട്ടികൾ അങ്ങനെ രാവിലെ പോയിട്ടോ. പിന്നെ എന്നോട് ഒരു മോള് ചോദിച്ചു, മോളാണോ ചേച്ചിയാണോ എന്ന് അറിയില്ല, ചോദിച്ചു ചേച്ചി ഹസ്ബൻഡും പിള്ളേരൊക്കെ പോയ ശേഷമാണോ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുക, അതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി ആ മോള് പുതുതായിട്ട് വന്നതുകൊണ്ടാന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ഏട്ടൻ കുട്ടികളെ ആക്കാൻ വേണ്ടി പോകുമല്ലോ, ആ പോണ നേരത്ത് ഓടിച്ചിട്ടൊന്ന്
ടക്കനെ എന്ന് പറഞ്ഞ് ഓടിച്ചിട്ടൊന്ന് മെനയാക്കും. കാരണം രാവിലത്തെ തിരക്കിൻ്റെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടും, ബാത്റൂമിൽ തുണികളൊക്കെ അയച്ചിട്ടിട്ടുണ്ടാവും. അപ്പം മുഷിഞ്ഞ തുണികളെല്ലാം പുറത്ത് അലക്കാൻ കൊണ്ടിടും, വീടൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ച് റെഡിയാക്കി എടുക്കും. ഏറ്റവും അവസാനം കിച്ചണിലേക്ക് വരും, പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ തുടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തുടക്കുന്നത് ഏട്ടൻ പോയി കഴിഞ്ഞ ശേഷമാണ്. ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ തുടക്കും. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും വീടിൻ്റെ അകം തുടക്കും. എനിക്ക് ഡെയിലി തുടക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പലപ്പോഴും ഹോള് ഞാൻ ഡെയിലി തുടക്കാറുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പിള്ളേരെ ഏറ്റവും കൂടുതൽ കളിച്ച് കുത്തി മറിയണത് നമ്മുടെ ഹോളിലാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയൊക്കെ ചവിട്ടിക്കൊണ്ടുവരുന്ന മക്കളാണ്. ദൂരത്തോട്ടൊക്കെ പോകില്ലെങ്കിലും മുറ്റത്തുള്ള ചെളിയൊക്കെ ചവിട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ് രണ്ടാളും. അപ്പോൾ അതാ ഹോള് ഞാൻ മിക്ക ദിവസവും ഡെയിലി തുടക്കും. പിന്നെ ബാത്റൂം ആണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കഴുകും. അങ്ങനെ ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്താറില്ല. അപ്പോൾ ദാ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവയ്ക്കാണ്. ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാല്ലേ കാണുമ്പോൾ. ഇതെൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് നമ്മളുടെ സ്വന്തക്കാർ നമുക്ക് എന്തെങ്കിലും കൊണ്ടു തരുമ്പോൾ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള കൊണ്ടുവന്ന് തന്നതാണ്. അങ്ങൾക്ക് അറിയാം, പിള്ളേർക്ക് 2 പേർക്കും കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ഇവർക്ക് വറുത്തതും അച്ചാറും ഒക്കെയാണ് ഇഷ്ടം. പക്ഷെ ഞാനിന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കി എനിക്ക് അങ്കിളിന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതാ കുറച്ച് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും സോപ്പ് പൊടിയും വിനാഗിരിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തേച്ചൊരച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ അടുക്കളയിൽ സിങ്ക് മേനയാണെങ്കിൽ തന്നെ നമുക്കത് സിങ്ക് കാലിയാണെങ്കിലും വൃത്തിയാണെങ്കിലും തന്നെ നമുക്കൊരു പ്രത്യേക സമാധാനമാണ്. കാരണം ഒരു അലക്കാനുള്ള തുണികളും കഴുകാനുള്ള പാത്രങ്ങളും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഹാവു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. സത്യമല്ലേ അത്? അപ്പോൾ അതാ അങ്ങനെ സിങ്കൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി കോവയ്ക്കൊക്കെ കഴുകിയെടുക്കണം. കഴുകിയെടുക്കാന്ന് വെച്ചാൽ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഇല ഉണങ്ങിയതിരിക്കണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. ഇതാ അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ 4ാമത്തെ റെസിപ്പിയാണ് നമ്മൾ കട്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഷോർട്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസിലും നമ്മുടെ ഓണം സീരീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കട്ടിപ്പരിപ്പ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്യാണ്. നമ്മളിതാ പരിപ്പ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഉരുളൻകിഴങ്ങ് ഞാനിങ്ങനെ തൊലി എടുത്ത് വരും തോറും ഇങ്ങനെ കറുത്ത പാടുകൾ ഞാനിപ്പോൾ കുറച്ച് ചെത്തിക്കളഞ്ഞ് നോക്കി. പക്ഷെ എന്നാലും ഉള്ളിലേക്ക് അതുണ്ട്. അപ്പം ഞാൻ കരുതി വേണ്ട, നമ്മൾ എന്തായാലും ഇത് എന്തോ മോശമാണെന്നൊക്കെയാണ് പറയണത്. നമ്മൾ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പം ഞാൻ 2 നല്ല ഉരുളക്കിഴങ്ങ് വേറെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് ഒരു 1.5 ഗ്ലാസ് പരിപ്പാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സംഗതികൾ ഇട്ട് കുറച്ച് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തേങ്ങാപ്പാലില്ലേ, 2ാം പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക ാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അത് ഒന്നും ചെയ്യണ്ട. ഏറ്റവും എളുപ്പത്തിൽ വെക്കാനും ഏറ്റവും ടേസ്റ്റി ആയിട്ട് വെക്കാനും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കട്ടിപ്പരിപ്പ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വിസിലടിച്ച് വെന്ത് കുഴഞ്ഞ് വരട്ടെ. അപ്പം നമുക്ക് ഒരു കോവയ്ക്കായിട്ട് കഴുകിയെടുക്കാം. ഒട്ടും തന്നെ വിഷാംശമില്ലാത്ത സാധനമാണ്. വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ ഇങ്ങനെ മണി പോലെ ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്താ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാന്ന് ഓർക്കാണ് കേട്ടോ. കൂടുതൽ കുറേ ഐറ്റംസ് ഒന്നും ഇടാണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം ഇട്ടിട്ടൊരു മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റിൽ എരിവ് കുറച്ച് എങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ കിർക്കിർന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനത്തിനാണല്ലോ അങ്ങനെ ഒരു സ്മെല്ല് വരിക. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടിപ്പരിപ്പിനുള്ള സാധനങ്ങളൊക്കെ വലുതായി വന്നിട്ടുണ്ടെന്നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കാനുള്ള എളുപ്പത്തിന് വേറൊരു കടായിലേക്ക് മാറ്റാണ്. കാരണം കുക്കറിൽ വെച്ചിട്ട് നോക്കാന്ന് വെച്ചാൽ എൻ്റെ ട്രൈപോഡിന് അത്രത്തോളം പൊക്കൂല, ഇങ്ങനെ വലിച്ചു നോക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. അതുമല്ല കുക്കറിന് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ മൊബൈൽ പെട്ടെന്ന് എങ്ങാനും ഭയങ്കരമായിട്ട് ചൂട് തട്ടി അപ്പോൾ ഓഫായി പോവും. അപ്പോൾ ഞാൻ വേറൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുന്നതിന് മുന്നേ തന്നെ നല്ല കട്ടിയുള്ള 1ാം പാല്, 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് 1ാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം കുറച്ച് നെയ്യ് നമ്മൾ പിശിക്കാണ്ട് ഇടാം കേട്ടോ. കാരണം കട്ടിപ്പരിപ്പിൽ നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ. ഞാനിവിടെ 1 ടീസ്പൂൺ കട്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നെയ്യ് ഇട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഇട്ടാലും മതിയോ നെയ്യും വെളിച്ചെണ്ണയും? ഇല്ല കേട്ടോ. കട്ടിപ്പരിപ്പിന് ആ ഒരു റിയൽ ടേസ്റ്റ് വരണമെങ്കിൽ
നെയ്യ് തന്നെ വേണം. നെയ്യ് ഇടുക, അവസാനം കുറച്ച് വേപ്പില കൈകൊണ്ട് ഇങ്ങനെ തിരുമിയിട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് അടച്ചു വെക്കുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കുക. നമ്മൾ ഇത്തിരി വേപ്പില ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനെ ഒന്നും ഇടുന്നില്ല. നമ്മുടെ സാധാരണ ചെറിയുള്ളി കുറച്ച് അധികം എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, വേപ്പിലയും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളും. വെളുത്തുള്ളി അല്ല, ചെറിയുള്ളി നമ്മൾ അധികം എടുക്കുമ്പോൾ തന്നെ കറി അടിപൊളിയാണ്. ഇപ്പൊ നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ചെറിയുള്ളിയാണ് നമ്മൾ കറിയിൽ ഇടുന്നതെങ്കിൽ കറി വേറെ ലെവലാണ്. അപ്പൊ അതാ നന്നായിട്ട് ചെറിയുള്ളി മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച മുളകല്ല, ചതച്ച മുളക്, നമ്മുടെ ക്രഷ്ഡ് ചില്ലിയില്ലേ, എന്താ പറയുക, ചില്ലി ഫ്ലേക്സ്, അപ്പൊ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ഞാൻ ഉള്ളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മുരിയരുത്, കാരണം കോവയ്ക്ക് കുറച്ചധികം സമയം പിടിക്കും വെന്ത് വരാനായിട്ട്. ഇത് മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കോവയ്ക്കയും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൂട്ടി റെഡിയായി വരുമ്പോഴത്തേനും ഉള്ളി എരിഞ്ഞിട്ടുണ്ടാവും, കോവയ്ക്ക വെന്തിട്ടുണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആവണ്ട, ഒന്ന് വാടിയ മസാല പിടിക്കുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, കോവയ്ക്ക ഒരേ വലുപ്പത്തിൽ അരിയാൻ ശ്രമിക്കുക കേട്ടോ. ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എനിക്കിപ്പോൾ ഇതിനാണെങ്കിലും ഓക്കെയാണ്, പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കഴിയുമ്പോൾ ഇളക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട്, ഭയങ്കര തീ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഇട്ട് കറിയാക്കി എടുക്കുന്നതിനേലും അടിപൊളിയാണ് നമ്മളിങ്ങനെ ചെറിയുള്ളി വേപ്പില മാത്രം ഇട്ടിട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർക്കാർ അങ്കമാലിക്കാരുടെ ഒരു റെസിപ്പി ഇങ്ങനെ അവർ കൂടുതൽ പൊടികളൊന്നും ചേർക്കത്തില്ല. ഇതേപോലെ മെഴുക്ക് പുരട്ടിയിലൊക്കെ കുത്തിക്കാച്ചി എടുക്കാന്ന് അവിടെ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണവും ആ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് എന്തായാലും ഊണ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയും കറികളുണ്ടല്ലോ, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, രാവിലെ ചോറ് കിട്ടിയ വൻപയർ മെഴുക്ക് പുരട്ടിയും, അതേപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാർ അല്ല ദോശയും സാമ്പാറും ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സാമ്പാറും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നല്ല കുറുകിയ കട്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാറ് നമുക്ക് വീട്ടിൽ പിന്നെ മിക്ക ദിവസം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ചെമ്മിപ്പുളി അച്ചാറും കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് ഞാൻ കുട്ടികൾക്ക് മാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണ്ടല്ലോ. അതൊക്കെ മാഗി ഉണ്ടാക്കാനൊക്കെ, മാഗി അല്ല ഇപ്പിയാണ് കേട്ടോ ഇവിടെ മേടിക്കുന്നത്. ഇപ്പിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ ഇത്ര കറികളൊക്കെ ഉണ്ട്. ഞാൻ പറയാണ്, മെഴുക്കുവരട്ടി ഉണ്ട്, സാമ്പാറുണ്ട്, കട്ടിപ്പരിപ്പുണ്ട്, 2 മെഴുക്കുവരട്ടി ഉണ്ട്. അപ്പോൾ ഇതാ അച്ചാറൊക്കെ കൂട്ടി ആ 1 കപ്പ് വെള്ളമാണ് എൻ്റെ ഉച്ചക്കത്തെ കണക്ക്. വെള്ളം ഒത്തിരി കുടിക്കണം എന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഉച്ചയ്ക്ക്, കാരണം ഈ ഇത്രയും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ പണി ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഒരുവിധമൊന്നുമല്ല, തീർന്നു. ഇനി ഒന്നുമില്ല. വൈകുന്നേരം ആ ഇതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പം എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ വെച്ചിട്ടിരുന്ന് കണ്ട് ആസ്വദിച്ച് ചോറുണ്ട്. കാരണം 1 മണിയായിട്ടുള്ളൂ, 3 മണി കഴിയും മക്കൾ വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്